നമ്മൾ പറഞ്ഞു വന്ന ഒരു ട്യൂണിൽ നിന്ന് എന്തെങ്കിലും വ്യത്യാസം വന്നിട്ടില്ല. അത് ആരെങ്കിലും കുറ്റപ്പെടുത്താൻ വേണ്ടി പറഞ്ഞതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അവരുടെ ഒരു പ്രഥമ ദൃഷ്ടി അവർക്ക് തോന്നിയിട്ടുള്ളൊരു കമൻസിൻ്റെ അതിൻ്റെ മുമ്പിലും പിന്നിലും അവരെന്താ പറഞ്ഞതെന്ന് മനസ്സിലാക്കിയാൽ നമുക്ക് എന്തായിട്ട് ഒരു കുറ്റപ്പെടുത്തലിൻ്റെ ഭാഗമായിട്ടാണോ അല്ല സ്വയം പരിശോധനയുടെ ഭാഗമായിട്ടാണോ അങ്ങനെ പറഞ്ഞത് എന്നത് അതൊരു തർക്കമാക്കേണ്ടതില്ല. അത് അവർ തന്നെ വിശദീകരിക്കും എന്താണ് അവർ ഉദ്ദേശിച്ചത്. കാരണം അവരതിന് മാത്രം പ്രാപ്തിയായ ഒരു മന്ത്രിയാണ്. ഈ NCP ദേശീയ നേതൃത്വത്തിന് നിലപാട് നിയമസഭാ അംഗത്വം പോലും റദ്ദാക്കുമെന്നൊക്കെ പറയുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. ഞാനിപ്പോൾ MLA ആണ്. അല്ല, വഴങ്ങിയില്ലെങ്കിൽ എന്നുള്ളതാണ് അവർ പറയുന്നത്. വഴങ്ങാനിപ്പോൾ ആരെങ്കിലും എന്നോട് പറഞ്ഞാൽ വഴങ്ങണം. എന്നോട് രാജിവെക്കാൻ ആവശ്യപ്പെടാൻ ഒരു അധികാരവും പ്രഫുൽ പട്ടേലിനില്ല. എന്തുകൊണ്ടെന്നാൽ ഇത് ദേശീയ തലത്തിലുണ്ടായ ഒരു മഹാരാഷ്ട്രയിൽ മാത്രം ഉണ്ടായിട്ടുള്ള പ്രശ്നമാണ്. ദേശീയ കൺവെൻഷൻ വിളിക്കുകയോ ദേശീയ സമ്മേളനം വിളിക്കുകയോ ആ സമ്മേളനത്തിൽ രണ്ടഭിപ്രായങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടുകയോ രണ്ടായി പിളരുകയോ ചെയ്തൊരു സംഭവമല്ല. എന്നാൽ ഇന്നും നമ്മൾ മാധ്യമങ്ങളിലൂടെയും നേതാക്കന്മാരുടെ പ്രതികരണത്തോട് മനസ്സിലാക്കുന്നത് ഇലക്ഷൻ കമ്മീഷനെ അമിത്ഷാ ചട്ടുകമായി ഉപയോഗിച്ചുകൊണ്ട് ഏകപക്ഷീയമായി അങ്ങനെ അവരാണ് അജിത് പവാറാണ് യഥാർത്ഥ NCP എന്ന് പ്രഖ്യാപിച്ചത്. ആ തീരുമാനത്തിനെതിരെയുള്ള പരാതികളുമായി നമ്മൾ സുപ്രീം കോടതിയെ സമീപിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ആ കാര്യത്തിൽ ഒരു തീരുമാനവും എടുത്തിട്ടില്ല. ആ തീരുമാനം എടുക്കുന്നത് വരെ ഞങ്ങൾ ഈ കേസ് നിലനിൽക്കുന്നവരെ ഒരു നടപടി സ്വീകരിക്കാൻ ആർക്കും തന്നെ അധികാരമില്ല. രണ്ടാമത് അദ്ദേഹം പറയുന്നത് അദ്ദേഹമാണ് യഥാർത്ഥ NCP എന്നാണ്. അത് വാദത്തിന് വേണ്ടി സമ്മതിച്ചാൽ അദ്ദേഹം NCPക്കാരനാകുമ്പോൾ അദ്ദേഹം ഏത് ഭരണഘടനയിൽ വിശ്വസിച്ചാണ് ആ പാർട്ടി തുടരുന്നത് അല്ലെങ്കിൽ നിൽക്കുന്നത്? പാർട്ടി ഭരണഘടനയാണ്. ആ പാർട്ടി ഭരണഘടനയിൽ എവിടെയെങ്കിലും വർക്കിംഗ് പ്രസിഡന്റ് എന്നൊരു പദവി ഉണ്ടോ? NCPയുടെ നിലവിലുള്ള ഭരണഘടനയിൽ വർക്കിംഗ് പ്രസിഡന്റ് എന്നൊരു പദവിയില്ല. അത് താൽക്കാലിക അറേഞ്ച്മെൻറ്റുകളാണ്. അപ്പോൾ നിയമപരമായ അധികാരമില്ലാത്തൊരു പദവിയിൽ ഇരുന്നു കൊണ്ട് ഒരംഗത്തിനെതിരെയും ഒരു നടപടി സ്വീകരിക്കാൻ ഒരു പാർട്ടിക്കും സാധിക്കില്ല. ആ കാര്യം ബഹുമാനപ്പെട്ട പ്രഫുൽ പട്ടേൽ മനസ്സിലാക്കാതെ പോയതാണോ അല്ലെങ്കിൽ അദ്ദേഹത്തെ തെറ്റിദ്ധരിപ്പിച്ചതാണോ എനിക്കറിയില്ല. അദ്ദേഹം അത് സ്വയം ചിന്തിക്കട്ടെ എന്ന് എനിക്ക് പറയാൻ സാധിക്കും.